ബിഗ് ബോസ് താരവും തൃക്കാക്കര NDA സ്ഥാനാർത്ഥിയുമായ അഖിൽ മാരാർ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയ്ക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. സ്ത്രീകൾ വളരെ കൂളായും ഈസിയായിട്ടും ചെയ്തിരുന്ന പരിപാടിയായിരുന്നു പ്രസവമെന്നും ഇന്നത് ആധികേറ്റി സങ്കീർണമാക്കി മാറ്റിയെന്നും അഖിൽ മാരാർ പറയുന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ലൈംലൈറ്റിൽ നിൽക്കാൻ നോൺസെൻസ് പറയുന്നത് അഖിൽ മാരാരുടെ നിത്യരീതിയാണെങ്കിലും അഖിൽ മാരാർ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും അത് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാലും വീട്ടുപ്രസവങ്ങളൊക്കെ വളരെയധികം ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ഈ പ്രസവത്തെ അത്ര നിസ്സാരമായി കണക്കാക്കാൻ അഖിൽ മാരാറിൻ്റെ പ്രസ്താവന കൂടി സഹായിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ മറുപടി പറഞ്ഞത്. പണ്ട് സ്ത്രീകൾ വളരെ കൂളായിട്ടാണ് പ്രസവിച്ചു കൊണ്ടിരുന്നത്. പണ്ട് ചിലരൊക്കെ തമാശയായി പറയും, അവൾ പോയി പ്രസവിച്ചിട്ട് 2 കിലോ അരി ഇടിച്ചിട്ട് വന്നെന്ന്. അപ്പോൾ എത്ര നിസ്സാരമായി സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികൾ വന്ന് രക്ഷകർത്താക്കളെ പ്രഷർ കയറ്റിവെച്ച് ആധി കയറി ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് പേടിപ്പിച്ച് 9 മാസം പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സുഖപ്രസവം എന്നതൊക്കെ ആണുങ്ങൾ ഈ പ്രസവത്തിനിട്ട് കൊടുത്ത ഓമനപ്പേര് മാത്രമാണ്. ഒരു പ്രസവവും സുഖമല്ല. നല്ല വേദനയും നല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുണ്ട്. പ്രസവത്തിന് മുൻപും പ്രസവത്തിന് ശേഷമൊക്കെ സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരാറുണ്ട്. സ്ത്രീകൾക്ക് പ്രതിസന്ധികളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. എല്ലാവരും പോയി അരിയിടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അങ്ങനെ അടിയടിച്ചിട്ടുള്ള അമ്മമാരൊക്കെ കഥകളിലൊക്കെ ഉണ്ടാകും. എന്നാലും അഖിൽ മാരാരുടെ പ്രസവ സംബന്ധിയായ പ്രസ്താവനകൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെയും ശാസ്ത്രീയ വസ്തുതകളെയും പൂർണ്ണമായും നിരാകരിക്കുന്നതാണ്. പണ്ടുകാലത്ത് സ്ത്രീകൾ വളരെ ലളിതമായി ആസ്വദിച്ചും ചെയ്തിരുന്ന ഒന്നായിരുന്നു പ്രസവമെന്നും ആധുനിക ആശുപത്രികൾ ഇതിനെ സങ്കീർണമാക്കി മാറ്റിയെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാദം അപകടകരമായൊരു മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ 10ഉം 12ഉം പിള്ളേരെയൊക്കെ പ്രസവിച്ചു കൂട്ടുന്ന ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ജനകീയാസൂത്രണം വരികയും കുട്ടികളുടെ എണ്ണമൊക്കെ കുറയ്ക്കുകയും കുറച്ചുകൂടി ശാസ്ത്രീയമാവുകയും സ്ത്രീകൾക്ക് കുറേയധികം വൈദ്യസഹായമൊക്കെ ലഭ്യമാവുകയും ചെയ്തത് നല്ലതല്ല എന്നാണ് അഖിൽ പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകളുടെ ശാരീരിക അധ്വാനത്തെയും അതിജീവനത്തെയും ഇത്രത്തോളം നിസ്സാരവൽക്കരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രസവത്തെ വെറുമൊരു പരിപാടിയായി കാണുന്ന അഖിലിൻ്റെ ചിന്ത എന്തായാലും എതിർക്കുക തന്നെയാണ്. യഥാർത്ഥത്തിൽ പഴയകാലം അഖിൽ മാരാർ വിഭാവനം ചെയ്യുന്ന പോലെ അത്ര സുന്ദരമായിരുന്നില്ല. അഖിൽ മാരാർ മാത്രമല്ല, പല ആളുകളും പറയുന്ന ഒരു സാധനമാണ്, മുമ്പ് ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നൊക്കെ എന്ത് സുഖമായിരുന്നു, 1ഉം 2ഉം അല്ലല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ 10ഉം 15ഉം കുട്ടികളെയൊക്കെ പ്രസവിക്കുന്ന അമ്മമാരുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അഖിൽ മനസ്സിലാക്കേണ്ട ഒരു കണക്കുണ്ട്. 1947 ഇന്ത്യയിൽ 1 ലക്ഷം പ്രസവങ്ങളിൽ മാതൃമരണ നിരക്ക് 2000 ആയിരുന്നു എന്ന കണക്ക്. അത് മാത്രം മതി പ്രസവം എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇടപെടലുകൾ ഇല്ലാതിരുന്ന അക്കാലത്ത് പ്രസവം എന്നത് മരണവുമായി മുഖാമുഖം നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ ചികിത്സാ രീതികളും ആശുപത്രി സൗകര്യങ്ങളും വർദ്ധിച്ചതോടെ ഇന്ത്യയിലെ മാതൃമരണ നിരക്ക് 97ലേക്കും കേരളത്തിൽ അതിനും താഴേക്കും കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ സമാനമായ മാറ്റവും ഉണ്ടായി. വൈദ്യശാസ്ത്രം ഗർഭാവസ്ഥ ഒരു രോഗമായിട്ടല്ല, മറിച്ച് അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ജൈവിക പ്രക്രിയയായിട്ടാണ് കാണുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെയും അമ്മയുടെയും ആരോഗ്യം ഉറപ്പുവരുത്താൻ നടത്തുന്ന പരിശോധനകളെ ആധികേറ്റൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വിവരക്കേടല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യന്റെ പരിണാമ ചരിത്രത്തിലേക്ക് നോക്കേണ്ടത് കൂടിയുണ്ട്. അതുകൂടി പറയാൻ ഇത് പൂർണ്ണമാവില്ല. പ്രസവം എന്നത് മറ്റ് ജീവികളെ അപേക്ഷിച്ച് എത്രത്തോളം ദുഷ്കരമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ മനുഷ്യൻ നിവർന്നു നടക്കാൻ തുടങ്ങിയതോടെ ഉണ്ടായ പരിണാമപരമായ മാറ്റങ്ങൾ ഈ സ്ത്രീകൾ ഇടുപ്പല്ലിൻ്റെ ഘടനയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിവർന്നു നടക്കാൻ പാകത്തിൽ ഇടുപ്പല്ല് ഇടുങ്ങിയതാവുകയും അതേസമയം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം വർദ്ധിച്ചതനുസരിച്ച് ശിശുവിൻ്റെ തലയുടെ വലിപ്പം കൂടുകയും ചെയ്തു. ഈ വൈരുദ്ധ്യം മനുഷ്യപ്രസവത്തെ അത്രത്തോളം വേദനാജനകവും അപകട സാധ്യതയുള്ളതാക്കി മാറ്റുന്നുണ്ട്. പ്രകൃതിദത്തമായി തന്നെ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഇടുപ്പല്ല് വികസിപ്പിക്കാൻ കഴിയില്ല എന്നതിനാൽ മറ്റ് പ്രൈമേറ്റുകളെക്കാൾ അപൂർണമായ വളർച്ചയോടെയാണ് മനുഷ്യ ശിശുക്കൾ ജനിക്കുന്നത്. ശരിക്കും ഒരു കുട്ടി പൂർണ്ണ വളർച്ചയെത്താൻ 18 മാസം ഗർഭകാലം ആവശ്യമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ സ്ത്രീ ശരീരത്തിൻ്റെ പരിമിതികൾ കാരണം 9 മാസത്തിൽ പ്രസവം നടക്കുകയാണ്. എന്നിട്ടും ഇടുങ്ങിയ പ്രസവപാതയിലൂടെ വലിയ തലയുള്ള ശിശുവിനെ പുറത്തെത്തിക്കുന്നത് വലിയ ശാരീരിക വെല്ലുവിളിയാണ്. പഴയ കാലത്ത് അത് സുഖപ്രസവം എന്ന് വിളിക്കപ്പെട്ടിരുന്ന പല പ്രസവങ്ങളിലും അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു. കുഞ്ഞിൻ്റെ തല നീണ്ടു പോകുന്നതും ശ്വാസതടസ്സം നേരിടുന്നതും അമിത രക്തസ്രാവം മൂലം അമ്മ മരിക്കുന്നതുമൊക്കെ നിത്യസംഭവങ്ങളായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വീട്ടിൽ പ്രസവം നടത്തി എത്ര സ്ത്രീകൾ മരിക്കുന്നുണ്ടെന്നറിയാമോ? അക്യുപങ്ക്ചർ പോലെയുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളൊക്കെ പിന്തുടർന്ന് വീട്ടിൽ പ്രസവിച്ച് അമ്മയും കുഞ്ഞുങ്ങളും മരിക്കുന്നത് നിത്യവാർത്തകളാണ്. അഖിൽ വെറുതെ എടുത്തെന്ന് നോക്കിയാൽ മാത്രം മതിയാകും. സിസേറിയൻ പോലുള്ള രീതികൾ അനാവശ്യമായി അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് അഖിൽ പറയുന്ന വാദം. നോക്കുക, ആശുപത്രികളിൽ സിസേറിയൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടാകും. ശാസ്ത്രം കൊണ്ടുവന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് സിസേറിയൻ. സ്ത്രീയുടെയും കുട്ടിയുടെയും സുരക്ഷയെ മാനിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ?
സങ്കീർണമായ അവസ്ഥകളിൽ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ടാണ് ഇന്ന് മിക്ക വീടുകളിലും പ്രസവാനന്തരം അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അതിനൊപ്പം തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വാക്സിനേഷനും അതിനുശേഷമുള്ള പരിശോധനകളും കൃത്യമായ ബോധവൽക്കരണവും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നല്ലതല്ലേ? ശാസ്ത്രം നൽകിയ സുരക്ഷിതത്വത്തിൽ ഇരുന്നുകൊണ്ടാണ് അഖിൽ മാരാരെ പോലുള്ളവർ ശാസ്ത്രത്തെ തന്നെ പുച്ഛിക്കുന്നത്. വിവരക്കേടുകൾ തമാശയായോ ഗൗരവമായോ സമൂഹ മാധ്യമത്തിൽ വിളിച്ചു പറയുന്നത് അപകടകരമായ പ്രവണതയാണ്. പ്രസവത്തെയും സ്ത്രീ ശരീരത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകൾ കുറവായതിനാലാണ് ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. കാലം മാറിയത് തിരിച്ചറിയാത്ത ഇത്തരം പ്രസ്താവനകൾ തള്ളിക്കളയേണ്ടത് ഒരു അറിവുള്ള സമൂഹത്തിന് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നു.